അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത 5 തക്കാളി വെച്ച് കൊടുക്കാം. ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു വെളുത്തുള്ളി, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെളുത്തുള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും കൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ആവിയേറ്റി വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവിയേറ്റി എടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പുളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ തൊലിയും കൂടെ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ തൊലി മാറി കിട്ടിക്കോളും. ഇനി വെളുത്തുള്ളി അല്ലി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം, ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനെ മിക്സിയുടെ ജാറിലിടാം. കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തക്കാളി ഞാൻ കട്ട് ചെയ്യാതെയാണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ വേവിച്ചെടുത്ത പുളി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിനാവണ്ട. ചെറുതായിട്ട് കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ പോലെ കിടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് പോലെ അരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് ആവിയിൽ വേവിച്ചെടുത്ത വെളുത്തുള്ളി അല്ലികൾ ഇതിൽ ചേർക്കുന്നില്ല. അത് പിന്നീട് നമ്മൾ ചേർക്കുന്നതായിരിക്കും. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും പുളിയും ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടും. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങൾ പോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം. ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഒട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇരുമ്പിൻ്റെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലെണ്ണ എടുക്കുന്നത് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നല്ലെണ്ണ എടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ എടുക്കാം. പെട്ടെന്ന് തന്നെ ചീത്തായി പോകും. ഇങ്ങനെ നല്ലെണ്ണ എടുക്കുമ്പോൾ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ലെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് കുറച്ചധികം ഞാൻ കൂടുതൽ ചേർത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് മണമായിരിക്കും കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത് ഉലുവ. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഉലുവ പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. ഇത്രയും എണ്ണ എടുത്തത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഇത്രയും എണ്ണ എടുത്തിട്ടുള്ളത്. അപ്പം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഉലുവയുടെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം 4-5 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ച് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി അലികൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ 2-3 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് കിട്ടും. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തവി കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ 2-3 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് വന്നോളും. വെളുത്തുള്ളി അല്ലികളുടെ നിറമൊക്കെ ഒന്ന് മാറി വരണം. ഇത്രയും വലിയ കഷ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുക. നമ്മൾ ഇരുമ്പിൻ്റെ കടായൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്തിട്ടെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ തന്നെ വെക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുക. ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരുപാട് പൊടികൾ ആവശ്യമൊന്നുമില്ല. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ
കശ്മീരി വറ്റൽ മുളകാണ് ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പിന്നെ ഇതിൽ ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. പെട്ടെന്ന് സിമ്പിളാണ്, നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതാ മുളക് പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചില്ലേ, തക്കാളിയും പുളിയും അരച്ച് വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, അതുകൊണ്ടാണ് ഇത്രയും എണ്ണ എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കുറച്ച് ഉപ്പ് മതിയാവും. കുറച്ച് കൂടുതലിരുന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതായതുകൊണ്ട് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ്, ഇനി ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചതോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ച് ശർക്കര പൊടിച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാത്തിൻ്റെ കൂടെയും ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം, ഇഡ്ഡലി, ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. കുറച്ച് ശർക്കര പൊടിച്ചതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ വറ്റി വരണം. അതുവരെയും ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കായപ്പൊടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എത്രയാണോ കായപ്പൊടി, ചിലർക്ക് കായപ്പൊടി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ പരിപാടികളൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇതൊന്ന് വറ്റി വരട്ടെ. ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതുപോലത്തെ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ കടായൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പൊ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ നല്ലോണം ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല, പക്ഷെ തക്കാളി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ കിട്ടുന്നത്. തക്കാളിയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയി ഇതുപോലെ കിട്ടണം. ഇപ്പം തന്നെ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, നല്ലോണം ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടല്ലേ, ചൂട് മാറിക്കഴിയുന്ന സമയത്ത് കുറച്ചും കൂടെ ഡ്രൈ ആവും. ഈ ഒരു പരുവത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ ഒഴിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഡ്രൈ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ അച്ചാറൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ജാറിലേക്ക് മാറ്റാൻ. ഒട്ടും ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല ജാറിൽ. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്